ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ ഇന്നൊരു അതിഥി വന്നിട്ടുണ്ട്, ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, ദാണ്ട ഈ ആളാണ് കേട്ടോ. ഈ പൂച്ചയാണ് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ വളർത്തുന്ന പൂച്ചയൊന്നും അല്ല, ഇവിടെ വരുന്നതാണ് സ്ഥിരമായിട്ട്. അപ്പോൾ അമ്മ അവന് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. ചോറ് ഇങ്ങനെ പുരട്ടി, ചോറും കറിയൊക്കെ ഇങ്ങനെ പുരട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു വട്ടയില ഇങ്ങനെ പിച്ചിട്ട് അത് കഴുകി അതിലേക്ക് ചോറിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവനതൊക്കെ നോക്കി നിന്നിട്ട് കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ അവനെ വിളിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അവൻ വന്നത് കഴിച്ചു കേട്ടോ. പിന്നെ അവനതേ ചോറും പിന്നെ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടോ ബക്കറ്റിൽ. പിന്നെ അവൻ കഴിക്കാൻ തുടങ്ങി കേട്ടോ. എന്ത് സുന്ദരനല്ലേ കാണാൻ, വെള്ളക്കൊപ്ര പോലെ ഇരിക്കുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് വെള്ളക്കൊപ്രയാണോ വെളുത്തുള്ളിയാണോ തുമ്പപ്പൂ പോലത്തെ ചോറാണോ എന്ന് അറിയാൻ വയ്യ. എനിക്ക് അത്രയ്ക്കും കട്ട വെളുപ്പാണ് കേട്ടോ. അപ്പം പിന്നെ അവൻ ചോറൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരിക്കേണ്ട. പിന്നെ റോഡിൽ കൂടെ നോക്കിയപ്പോൾ കുറേ ആശാന്മാരിങ്ങനെ പോകുന്നു. കുറേ പട്ടിക്കുട്ടികളാണ് കേട്ടോ. അപ്പം തെരുവ് പട്ടികളാണ്, ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്നതാണ്. പിന്നെ അവരൊക്കെ അങ്ങ് പോയതിന് ശേഷം വീണ്ടും ഇവനിവിടെ കിടക്കുകയാണ് കേട്ടോ. അവനിങ്ങനെ അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ചോറ് തിന്ന ക്ഷീണം മാറ്റാനായിട്ട് ഇവിടെ കിടക്കുകയാണ്. അപ്പം എനിക്ക് തോന്നി, എന്താണ് ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? അപ്പം ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ്? ഇത് ചോറാണോ, പാലിനകത്ത് കുളിച്ചോ, അതോ ചോക്ലേറ്റിനകത്ത് കുളിച്ചോ, മഞ്ഞളിനകത്ത് കുളിച്ചോ എന്നറിയാൻ വല്ലാത്തൊരവസ്ഥയാണ്. അവരെ കാണാൻ അത്രയ്ക്കും ഭയങ്കര സുന്ദരനാണ് കേട്ടോ. സുന്ദരനാണ്. ഈ വീഡിയോയിൽ കാണുന്നതിന് നേരിൽ കാണുന്നത് നല്ലത്. അപ്പം ഞാൻ എനിക്ക് ചെറുതിലേ മുതലേ പൂച്ചേനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരത്തെ എൻ്റെ അമ്മ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ പൂച്ചകളും പട്ടികളും ഒക്കെ അവിടെ വരുമായിരുന്നു. ഞാൻ അതിനെയൊക്കെ പിടിച്ച് കളിപ്പിക്കും, ഉമ്മയൊക്കെ വെക്കും. അതൊക്കെ ഒരു കാലം. പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കളിപ്പിച്ച് പിന്നെ കുറേ നേരം കളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ പാട്ടിന് പോയി. ഞാൻ ഇങ്ങോട്ടും വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.